എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വാദിയാദിയിലാണ്. അതെ, വാദിയാദിയിലേക്കാണ്. അതിൻ്റെ ഇതാണ് എന്താണ് നമ്മള് അമ്രാത്ത് വാദിയാദി ട്രക്കിംഗ് ആണ്. നമ്മള് വാദിയാദി മീറ്റിംഗ് പോയിന്റിൽ വന്ന് പിന്നെ അമ്രാത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മളുടെ ടീമിൻ്റെ ഒപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അമ്രാത്തിൽ നിന്ന് വാദിയാദിയിലേക്കാണ് ട്രക്കിങ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാം. അതെ, ഇപ്പോൾ ഓൺ ദി വേല് സമയം 5:51. അപ്പം എന്തായാലും ഇവിടുത്തെ അവസ്ഥകളൊക്കെ നമുക്ക് വഴിയെ പറയാം അല്ലേ. Morning. It's a new month, new day. 2nd August. It's a new route of Al Amrat. Today we are just got a new route, Al Amrat to Wadi Adai. It's almost 3 kilometer. That time I can say around 2 hours max. It goes to 3 hours. We hope we will get a good stamina in this good humidity, but the climate is good. Let's see how we will face it. Please welcome. അടിപൊളി സീനറി കാണുന്നുണ്ട് എൻ്റെ പുറകിലെ കുട്ടിക്കാഴ്ച. സത്യം പറയല്ല, ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടോ അറിയില്ല. ഇങ്ങനത്തെ ഓരോ ഗ്രൂപ്പിലൂടെ പോകുമ്പോഴേ ആണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അവർ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കും. അതിനനുസരിച്ച് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നത്. നടക്കാനായിട്ട് ഭയങ്കര സുഖം എന്ന് പറയരുത്, നല്ല രസമുണ്ടല്ലോ സത്യം പറഞ്ഞെങ്കിൽ. ഇനി മൗണ്ടനിലേക്ക് കയറണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലം സത്യം പറഞ്ഞെങ്കിൽ. ഇപ്പോൾ നമ്മളുടെ വയനാട്ടിലത്തെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ ഇതേപോലത്തെ മലകളിലായിരുന്നില്ലേ ഏത് എന്തും സംഭവിക്കാമല്ലോ. ഒന്നും ആർക്കും തടയാൻ പറ്റില്ല. റോക്സൊക്കെ ഉണ്ട്. ശരിക്കും നമ്മളവിടെയൊക്കെ പാടത്തും പറമ്പിലൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് സത്യം പറഞ്ഞാൽ അല്ലേ. ഒരു ഫീലിങ്സ്. റഫീഖും ഷമീറും പാഞ്ഞു പോകുന്നുണ്ട്.
So as we started from there, now we have reached to the midpoint. Just our break here. After 5 minutes, we are starting from there. Again, we need to walk maybe half of the way. Then we are going to the meeting point where our car has been parked. Okay. Hello everyone. Thank you for coming our hike, Amarat to Adai. Only this trekking, nothing is difficult, easy, flat, and we need you. Come next time. Hello, Instagrammer. together. I'm Nujum. എവിടെയാണ് സ്ഥലം? I'm from Kerala, Guruvayur. ഗുരുവായൂർ. എത്ര നാളായി ഇവിടെ? Now Oman 12 years, more than 12 years. Thank you for coming. Hello everyone. We enjoy the hike today. Look the view. This is Wadi Amrat, Wadi Adai. Come. പേര് പറഞ്ഞോട്ടോ? പേര് സിജോ. സിജോ അല്ലേ? എവിടെ നാട്ടില്? നാട്ടിലെ പുത്തൻവേലിക്കര. പുത്തൻവേലിക്കര. ഇവിടെ എത്ര ആളായി? 24. എന്താ വർക്ക് ചെയ്യുന്നത് ഇവിടെ? ഇവിടെ ബിസിനസ് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ There was this Jeremy Clarkson, you know, the top gear guy. He was saying that if you were a man, if you are a big car, right? And your French guy sees you. ഞാൻ പറഞ്ഞു പറ്റിച്ചെന്ന് സ്വിമ്മിങ് ഷൂ എന്ന് പറഞ്ഞു. ചങ്കുളിപ്പിക്കല്ലേ? ഫസ്റ്റ് ട്രിപ്പാണ്, 2 മാറ്റം അല്ലേ? 2 ട്രിപ്പ് ഒന്നും ഞാൻ ലാഭമായി, പിന്നെ കളഞ്ഞ കുഴപ്പമില്ല. ടീമിൻ്റെ കൂടെ വന്നതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റുകയും അവരോടൊപ്പം തന്നെ നമ്മളെ ശരിക്കും കുട്ടികളെ ആനയിക്കുന്ന പോലെയാണ് അവരുടെ അത്രയും ടേക്ക് കെയർ ആയിട്ടാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്.
എത്ര പേരുണ്ടോ അത്രയും പേര് വരും. എല്ലാവർക്കും ഒരു ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉന്മേഷവും ഇതും സ്പീഡും കാര്യങ്ങളൊക്കെ പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർ ചിലപ്പോൾ അവർ ഹോൾഡ് ചെയ്ത് അവർ വരുന്നവരെ നിൽക്കും. അതിന് അത്രയും നല്ലൊരു സൗമ്യമായിട്ടുള്ള അത്രയും അത്രയും ഒരു പേഷ്യൻസോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ. എത്ര പേരുണ്ടോ അവരങ്ങനെ കാത്തു നിൽക്കുക. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനത്തെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റാനുള്ള ചാൻസുകളുണ്ട്. ചെറിയ ഇങ്ങനെ നാരോ വഴികളാണല്ലോ. അപ്പം നാരോ വഴികളിലൂടെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് അത് തെറ്റാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ മലയുടെ പുറകിൽ കൂടെ വന്നെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയാൽ പുറകിൽ കൂടെ അതിൻ്റെ അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പിടുത്തമില്ല. ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി തിരിഞ്ഞ് മറിഞ്ഞിതെങ്ങനെ അവർക്ക് കണ്ടുപിടിച്ചെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവർ ഈ ട്രയൽ നടക്കുക അവർ ചെയ്തിട്ടായിരിക്കുമല്ലോ നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോരുത്തർക്ക് വഴിയെ ഇവർക്ക് ഈ ഇതിനോടുള്ള ഭയങ്കര പാഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടോയെന്നറിയില്ല. പക്ഷേ എന്നാലും കൂടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ കൂടെ വന്നെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇത്ര നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവണ്ട. അപ്പോൾ നമ്മൾ നല്ല ടയർഡായി. ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂറോളം നമുക്ക് ആയി. അപ്പോൾ ശരിക്കും 3-4 മണിക്കൂർ ശരിക്കും 4 മണിക്കൂർ പോരാൻ തോന്നുന്നു. എത്ര മണിയായി? ഞങ്ങൾ കറക്റ്റ് 5 മണിക്ക് 5:15 5:15 ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. 5 മണി 6 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. 6 മണിയല്ല 6 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ഇതിൽ നമ്മൾ സഞ്ചരിച്ചായിരുന്നു. തുടങ്ങി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ശരിക്കും. സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഒരു ചെറിയ എക്സസൈസ് ഒരു സ്ഥലം കാണാനും പറ്റും. നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ശരീരം നനങ്ങും ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞാനിപ്പോൾ റഫീഖും അവനും അവിടെ ഉണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യണം. അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് പോകണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ അവരെ എടുക്കാൻ വേണ്ടി അവരെ എടുക്കണോപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരെ പിക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഖുറാസി അബ്ദുൽ നാസർ മറാസി.